സ്വയം പ്രഖ്യാപിത ആൾദൈവം നിത്യാനന്ദ ജീവത്യാഗം ചെയ്തെന്ന അഭ്യൂഹങ്ങൾ തള്ളി കൈലാസ. തങ്ങളുടെ ആത്മീയ ഗുരു പൂർണ്ണ ആരോഗ്യവാനും സുരക്ഷിതനാണെന്നും തെളിവുകൾ ഉണ്ടെന്നും കൈലാസ പ്രസ്താവനയിറക്കി. നിത്യാനന്ദയുടെ അനുയായിയും സഹോദരിയുടെ മകനുമായ സുന്ദരേശ്വരനാണ് മരണവിവരം അറിയിച്ചത്. നിത്യാനന്ദയുടെ അനുയായികളുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിലൂടെയായിരുന്നു വെളിപ്പെടുത്തൽ. സനാതനധർമ്മം സ്ഥാപിക്കുന്നതിനു വേണ്ടി പോരാടിയ സ്വാമി ജീവത്യാഗം ചെയ്തുവെന്നാണ് സുന്ദരേശ്വരൻ അനുയായികളെ അറിയിച്ചത്. മരണവിവരം ഏപ്രിൽ ഫൂൾ ആണോ എന്നും സംശയം ഉയർന്നിരുന്നു. നേരത്തെയും നിരവധി തമിഴ് ദേശീയ മാധ്യമങ്ങൾ നിത്യാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പ്രസിദ്ധീകരിച്ചിരുന്നു. കൈലാസയുടെ പ്രസ്താവന ഇങ്ങനെയായിരുന്നു: ഭഗവാൻ നിത്യാനന്ദ പരമശിവത്തിനെതിരെ ഹിന്ദു വിരുദ്ധ മാധ്യമങ്ങൾ നടത്തുന്ന നിയമവിരുദ്ധമായ വ്യാജ പ്രചരണത്തിനെതിരെ കൈലാസ ശക്തമായി പ്രതിഷേധിക്കുന്നു. നിരവധി ഹിന്ദു വിരുദ്ധ മാധ്യമ സ്ഥാപനങ്ങൾ ജഗദ്ഗുരു മഹാസന്നിധാനം ഭഗവാൻ നിത്യാനന്ദ പരമശിവൻ അന്തരിച്ചു എന്നതുപോലുള്ള അടിസ്ഥാനരഹിതവും നിയമവിരുദ്ധവുമായ തെറ്റായ വിവരങ്ങൾ മനഃപൂർവ്വം പ്രചരിപ്പിക്കുകയാണ്. ഭഗവാൻ നിത്യാനന്ദ പരമശിവൻ പൂർണ്ണ ആരോഗ്യത്തോടെ സുരക്ഷിതമായിരിക്കുന്നു എന്ന് കൈലാസ ഉറപ്പു നൽകുന്നു. 2025 മാർച്ച് 30 ഉഗാദി ആഘോഷങ്ങളിൽ പങ്കെടുത്ത ഭഗവാൻ നിത്യാനന്ദ പരമശിവൻ ഭക്തർക്കും ശിഷ്യർക്കും 2 ബില്യൺ ഹിന്ദു അനുയായികൾക്കും അനുഗ്രഹം നൽകിയിരുന്നു. പ്രസ്തുത പ്രസംഗം തത്സമയ സംപ്രേഷണം നടത്തിയതിന് തെളിവുണ്ട്. ഭഗവാൻ നിത്യാനന്ദ പരമശിവനെ അപകീർത്തിപ്പെടുത്തുന്നതിനും അവഹേളിക്കുന്നതിനുമായി നടത്തിയ ഈ അശുദ്ധമായ അപവാദ പ്രചരണത്തെ കൈലാസ ശക്തമായി അപലപിക്കുന്നു. ഈ ഏകോപിത അപവാദ പ്രചരണത്തിന്റെ ഭാഗമായിട്ടുള്ള നിയമവിരുദ്ധ പ്രസ്താവനകൾ ലോകമെമ്പാടുമുള്ള 2 ബില്യൺ ഹിന്ദു ഭക്തരുടെ മതഭാവനയെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഈ വ്യാജ പ്രചരണം നിയമപരമായി സംരക്ഷിക്കപ്പെടുന്ന മതന്യൂനപക്ഷത്തെ ലക്ഷ്യമിട്ടുള്ള വ്യാപകമായ ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഈ പ്രചരണത്തിൽ മാധ്യമ അപവാദം, വിദ്വേഷ പ്രസ്താവനകൾ, ഏകോപിതമായ നിയമ പോരാട്ടം എന്നിവ ഉൾപ്പെടുന്നു. അതിലൂടെ ഒരു ജനവിഭാഗത്തെ പീഡിപ്പിക്കുന്നതിനുള്ള ലക്ഷ്യസ്ഥാനം വ്യക്തമാണ്. നിത്യാനന്ദ ജീവിച്ചിരിക്കുന്നുവെന്ന് തെളിയിക്കാൻ യൂട്യൂബിൽ പങ്കുവച്ച വീഡിയോ ലിങ്ക് അവരുടെ കുറിപ്പിനൊപ്പം ചേർത്തിട്ടുണ്ട്. തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിലാണ് നിത്യാനന്ദയുടെ ജനനം. ആത്മീയതയിലൂടെ അദ്ദേഹം പ്രശസ്തിയിലേക്ക് ഉയർന്നു. തനിക്ക് ദിവ്യമായ കഴിവുകളുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അദ്ദേഹം വലിയ തോതിൽ ഭക്തരെ ആകർഷിച്ചിരുന്നു. ഇന്ത്യയിലും വിദേശത്തുമായി ഒന്നിലധികം ആശ്രമങ്ങളും കെട്ടിപ്പടുത്തു. ഇതിനിടയിലാണ് 2010 സിനിമാ നടിക്കൊപ്പമുള്ള അദ്ദേഹത്തിന്റെ വീഡിയോ പുറത്തു വന്നത്. ബലാത്സംഗ, ലൈംഗിക പീഡന കുറ്റങ്ങളും വന്നു. 3 കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി എന്ന ദമ്പതികളുടെ പരാതിക്ക് പിന്നാലെ നിത്യാനന്ദ ഇന്ത്യ വിട്ടു. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ഇക്വഡോറിന് സമീപത്തുള്ള ദ്വീപുകളിലൊന്നു വാങ്ങി കൈലാസ എന്ന പേരിൽ രാജ്യമുണ്ടാക്കി ജീവിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. കൈലാസയ്ക്ക് സ്വന്തമായി പാസ്പോർട്ട് വരെ ഉണ്ടായിരുന്നു എന്നാണ് പ്രചരണം. ലോകത്തിലെ തന്നെ ഏറ്റവും പരമാധികാര ഹിന്ദു രാഷ്ട്രമാണിതെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പാസ്പോർട്ടിന് പുറമെ പൗരത്വം, കറൻസി തുടങ്ങിയവ നിത്യാനന്ദ പ്രഖ്യാപിച്ചത്. എന്നാൽ കൈലാസ ഒരു വ്യാജ രാജ്യമാണെന്നും തട്ടിപ്പാണെന്നുമായിരുന്നു പലരുടെയും അഭിപ്രായം.